നിങ്ങൾക്കറിയാമോ ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്ത ലോകത്തിലെ ആദ്യത്തെ സൈബർ ആയുധം ഏതാണെന്ന്? യുദ്ധങ്ങൾക്ക് എപ്പോഴും തോക്കുകളും ബോംബുകളും സൈനികരും ആവശ്യമാണെന്ന പരമ്പരാഗത വിശ്വാസത്തെ അടിസ്ഥാനപരമായി തിരുത്തി കുറിക്കുന്നതായിരുന്നു ആ ചരിത്ര സംഭവം. യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലോ സ്ഫോടനങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദങ്ങളോ ഇല്ലാതെ തന്നെ ശത്രുവിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ താവളം തകർക്കാൻ കഴിയുമെന്ന് ലോകമാദ്യമായി തിരിച്ചറിഞ്ഞു. ഇറാനിലെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ യാതൊരുവിധ സൈനിക ഇടപെടലുകളോ ഭൗതികമായ അപകടങ്ങളോ ഉണ്ടായില്ല. എങ്കിലും അവിടുത്തെ അതീവ സുരക്ഷയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഒന്നൊന്നായി തകർന്നു വീണു. അദൃശ്യനായ ഒരു ശത്രുവിന്റെ തികച്ചും നിശബ്ദമായ ആക്രമണമായിരുന്നു അത്. അതുവരെ പാസ്വേഡുകൾ മോഷ്ടിക്കാനും വിവരങ്ങൾ ചോർത്താനും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താനും മാത്രം ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ വൈറസുകൾക്ക് പകരം യഥാർത്ഥ ലോകത്ത് ഭൗതികമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ സൈബർ ആയുധമായ സ്റ്റക്സ്നെറ്റ് അവിടെ തൻ്റെ ദൗത്യം നിർവഹിക്കുകയായിരുന്നു. വെറുമൊരു കമ്പ്യൂട്ടർ കോഡിംഗ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ തകർത്തെറിയാൻ കഴിയുമെന്ന് തെളിയിച്ച ഈ ഒരൊറ്റ സംഭവം ലോകത്തെ സൈബർ സുരക്ഷാ രംഗത്തെയും അന്താരാഷ്ട്ര യുദ്ധതന്ത്രങ്ങളെയും എന്നേക്കുമായി മാറ്റിമറിച്ചു. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ വെല്ലുന്ന ആ യഥാർത്ഥ സംഭവത്തിൻ്റെ രഹസ്യങ്ങളിലേക്കും അത് ലോകത്തിന് നൽകിയ മുന്നറിയിപ്പുകളിലേക്കും നമുക്ക് വിശദമായൊന്ന് സഞ്ചരിക്കാം. ഇറാന്റെ ആണവ പദ്ധതികൾ വർഷങ്ങളായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉറക്കം കെടുത്തുന്ന വലിയൊരു ഭീഷണിയായിരുന്നു. ഊർജോൽപാദനം പോലെയുള്ള സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് തങ്ങൾ ആണവോർജം വികസിപ്പിക്കുന്നത് എന്ന് ഇറാൻ ഭരണകൂടം ആവർത്തിച്ചു പറഞ്ഞിരുന്നുവെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ അതൊരു വലിയ നുണയാണെന്ന് വിശ്വസിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ രഹസ്യ നീക്കമായാണ് അവർ ഇതിനെ കണ്ടത്. ഇതിൽ അവരുടെ പ്രധാന ലക്ഷ്യസ്ഥാനം മധ്യ ഇറാനിലെ മരുഭൂമിയിൽ ഭൂമിക്കടിയിൽ അതീവ സുരക്ഷയോടെ നിർമ്മിച്ച നദാൻസ് എന്ന ഭൂഗർഭ ആണവ കേന്ദ്രമായിരുന്നു. അവിടെ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച് യുറേനിയം സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് വളരെ സങ്കീർണവും അതിവേഗത്തിൽ കറങ്ങുന്ന യന്ത്രങ്ങളുടെ സഹായത്താൽ നടക്കുന്നതുമായ ഒരു സൂക്ഷ്മ പ്രക്രിയയാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ വേഗതയിലോ താപനിലയിലോ ഉണ്ടാകുന്ന ചെറിയൊരു പിഴവ് പോലും വലിയ പ്രത്യാഘാതങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും കാരണമാകും. ഈ നദാൻസ് കേന്ദ്രത്തെ പുറത്തുനിന്ന് ആക്രമിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. കനത്ത സൈനിക സുരക്ഷാ സംവിധാനങ്ങൾക്ക് പുറമെ അവിടുത്തെ കമ്പ്യൂട്ടർ ശൃംഖലകൾ ബാഹ്യലോകത്തെ ഇന്റർനെറ്റുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത രീതിയിലായിരുന്നു സജ്ജീകരിച്ചിരുന്നത്. സൈബർ സുരക്ഷാ ഭാഷയിൽ ഇതിനെ എയർ ഗ്യാപ്ഡ് ശൃംഖലകൾ എന്ന് വിളിക്കുന്നു. അതായത് ലോകത്തെ ഏറ്റവും വലിയ ഹാക്കർ വിചാരിച്ചാലും ഇന്റർനെറ്റ് വഴി ഈ കമ്പ്യൂട്ടറുകളിലേക്ക് കടന്നു കയറാൻ കഴിയില്ല. ഈ കൂറ്റൻ സുരക്ഷാ മതിലുകളെ ഭേദിക്കാൻ തികച്ചും നൂതനമായ ഒരു തന്ത്രം ആവശ്യമായിരുന്നു. അവിടെയാണ് ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസ് എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് രഹസ്യമായി പേരിട്ട അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത സൈബർ ആക്രമണ പദ്ധതി ജന്മമെടുക്കുന്നത്. സാധാരണയായി ഇന്റർനെറ്റിലൂടെ പടരുന്ന മാൽവെയറുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വൈറസുകളോ സിസ്റ്റങ്ങളിലെ വിവരങ്ങൾ നശിപ്പിക്കുകയോ മോഷ്ടിക്കുകയോ ആണ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റക്സ്നെറ്റ് ഒരു സാധാരണ മാൽവെയർ ആയിരുന്നില്ല. അതൊരു പൂർണ്ണ ഡിജിറ്റൽ ആയുധമായിരുന്നു. നിർദ്ദിഷ്ട ഹാർഡ്വെയർ ഉപകരണങ്ങളെ ഭൗതികമായി തകർക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് വിദഗ്ധരായ ഒരു കൂട്ടം പ്രോഗ്രാമർമാർ ഈ കോഡ് വികസിപ്പിച്ചെടുത്തത്. ഈ വൈറസിന്റെ നിർമ്മിതിക്ക് പിന്നിൽ കോടിക്കണക്കിന് ഡോളറുകളുടെ സാമ്പത്തിക പിന്തുണയും ലോകത്തെ ഏറ്റവും മികച്ച ബുദ്ധികേന്ദ്രങ്ങളുടെ വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളും നടന്നിട്ടുണ്ടെന്ന് പിന്നീടുള്ള പഠനങ്ങൾ തെളിയിച്ചു. കമ്പ്യൂട്ടർ ലോകത്ത് സീറോ ഡേ വൾനറബിലിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമുണ്ട്. സോഫ്റ്റ്വെയർ നിർമ്മാതാക്കൾക്ക് പോലും അറിവില്ലാത്ത, അതിനാൽ തന്നെ പരിഹരിക്കപ്പെടാത്ത സുരക്ഷാ പിഴവുകളാണിവ. ഒരു സീറോ ഡേ വൾനറബിലിറ്റി കണ്ടെത്തുക എന്നത് തന്നെ ഹാക്കർമാരെ സംബന്ധിച്ച് ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ സ്റ്റക്സ്നെറ്റ് അതിശയകരമാം വിധം അത്തരം 4 സീറോ ഡേ സുരക്ഷാ പിഴവുകൾ ഒരുമിച്ച് ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്ന് തന്നെ ഈ ആക്രമണത്തിന് പിന്നിലെ ശക്തികളുടെ സാങ്കേതിക തികവും അപാരമായ സാമ്പത്തിക ശേഷിയും മനസ്സിലാക്കാവുന്നതാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ പടരാൻ കഴിയുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരുന്നത്. എങ്കിലും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം വിൻഡോസ് കമ്പ്യൂട്ടറുകൾ ആയിരുന്നില്ല. പകരം വ്യവസായശാലകളിൽ വലിയ യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റങ്ങളെയാണ് അത് ലക്ഷ്യമിട്ടിരുന്നത്. പ്രത്യേകിച്ചും ജർമ്മൻ കമ്പനിയായ സീമെൻസ് നിർമ്മിച്ച പ്രത്യേക സോഫ്റ്റ്വെയറുകളും പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളുകൾ അഥവാ PLC എന്നറിയപ്പെടുന്ന ഉപകരണങ്ങളും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ സ്റ്റക്സ്നെറ്റിന് കൃത്യമായ നിർദ്ദേശങ്ങൾ മുൻകൂട്ടി നൽകിയിരുന്നു. ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത നദാൻസ് കേന്ദ്രത്തിലെ എയർ ഗ്യാപ്പ് സംവിധാനത്തെ മറികടക്കുക എന്നതായിരുന്നു ആക്രമണകാരികൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനായി അവർ തെരഞ്ഞെടുത്തത് വളരെ ലളിതവും എന്നാൽ മനുഷ്യന്റെ ചെറിയ അശ്രദ്ധകളെ മുതലെടുക്കുന്നതുമായ ഒരു മാർഗമായിരുന്നു. ഒരു ചെറിയ USB പെൻഡ്രൈവിലൂടെയാണ് ഈ ഡിജിറ്റൽ ബ്രഹ്മാസ്ത്രം കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. ഇസ്രയേലിൻ്റെയോ അമേരിക്കയുടെയോ ചാരന്മാർ നേരിട്ടോ
അല്ല എങ്കിൽ യാതൊന്നും അറിയാത്ത ഏതെങ്കിലും കരാർ ജീവനക്കാരൻ വഴിയോ ആയിരിക്കണം ഈ വൈറസ് അടങ്ങിയ USB ഡ്രൈവ് നതാൻസിലെ കമ്പ്യൂട്ടറുകളിൽ ഘടിപ്പിക്കപ്പെട്ടത്. ഒരിക്കൽ സുരക്ഷാ മതിൽ ഭേദിച്ച് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ സ്റ്റക്സ്നെറ്റ് അസാമാന്യമായ വേഗതയിൽ സ്വയം പകർപ്പുകളുണ്ടാക്കി ഇൻട്രാനെറ്റ് വഴി പടർന്നു പിടിക്കാൻ തുടങ്ങി. എന്നാൽ അത് മുന്നിൽ കണ്ട സകല കമ്പ്യൂട്ടറുകളെയും നശിപ്പിച്ചില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ സൂക്ഷ്മതയോടെ യാതൊരു സംശയവും ജനിപ്പിക്കാതെ അത് തൻ്റെ യഥാർത്ഥ ഇരയെ മാത്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു. സീമെൻസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത സെൻട്രിഫ്യൂജുകളെ നിയന്ത്രിക്കുന്ന പ്രത്യേക കമ്പ്യൂട്ടറുകൾ കണ്ടെത്തുന്നതുവരെ അത് മാസങ്ങളോളം നിശബ്ദമായി കാത്തിരുന്നു. തൻ്റെ കൃത്യമായ ലക്ഷ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്റ്റക്സ്നെറ്റ് തൻ്റെ മാരകമായ കോഡുകൾ PLCയിലേക്ക് കടത്തിവിടുകയും അതുവഴി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. മറ്റു കമ്പ്യൂട്ടറുകളിലോ സിസ്റ്റങ്ങളിലോ ഈ വൈറസ് ഒരു തരത്തിലുമുള്ള തകരാറും ഉണ്ടാക്കിയില്ല എന്നത് ഇതിൻ്റെ ആസൂത്രണത്തിൻ്റെ കൃത്യതയാണ് കാണിക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തൻ്റെ ഇരയെ മാത്രം ഉന്നം വയ്ക്കുന്ന ഒരു വിദഗ്ധനായ സ്നൈപ്പറെ പോലെയായിരുന്നു സ്റ്റക്സ്നെറ്റിൻ്റെ പ്രവർത്തനം. സെൻട്രിഫ്യൂജുകളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം സ്റ്റക്സ്നെറ്റ് നടപ്പിലാക്കിയ തന്ത്രം വളരെ ക്രൂരവും അതേസമയം ബുദ്ധിപരവുമായിരുന്നു. ഒറ്റയടിക്ക് എല്ലാ യന്ത്രങ്ങളും നിർത്തിവെക്കുകയോ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് തന്നെ ഒരു സൈബർ ആക്രമണം നടന്നെന്ന് മനസ്സിലാകുമായിരുന്നു. എന്നാൽ ഇതിനു പകരം യന്ത്രങ്ങളുടെ കറങ്ങുന്ന വേഗതയിൽ അദൃശ്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയാണ് വൈറസ് ചെയ്തത്. ഒരു നിശ്ചിത താളത്തിൽ അതിവേഗം കറങ്ങേണ്ട സെൻട്രിഫ്യൂജുകളെ സ്റ്റക്സ്നെറ്റ് അനുവദനീയമായതിലും വളരെ ഉയർന്ന വേഗതയിൽ കുറച്ചുനേരം കറക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ അവയുടെ വേഗത ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായ ഇത്തരം താളപ്പിഴവുകൾ കാരണം സൂക്ഷ്മമായി നിർമ്മിച്ച ആ സെൻട്രിഫ്യൂജുകൾ വേഗത്തിൽ തകരാറിലാകാനും പൊട്ടിത്തെറിക്കാനും തുടങ്ങി. എന്നാൽ ഇതിലും ഭയാനകമായ മറ്റൊരു സാങ്കേതിക വിദ്യ സ്റ്റക്സ്നെറ്റ് ഇതിനോടകം പ്രയോഗിച്ചിരുന്നു. യന്ത്രങ്ങൾ ഭൗതികമായി തകർന്നുകൊണ്ടിരിക്കുമ്പോഴും അവയെ നിരീക്ഷിക്കുന്ന കൺട്രോൾ റൂമിലെ മോണിറ്ററുകളിൽ എല്ലാം സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന പഴയ റെക്കോർഡുകളിലെ വ്യാജ വിവരങ്ങൾ ഈ വൈറസ് നൽകിക്കൊണ്ടേയിരുന്നു. തങ്ങളുടെ മുന്നിലെ സ്ക്രീനുകൾ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായെന്ന് കണ്ട ശാസ്ത്രജ്ഞർ ഉള്ളിൽ യന്ത്രങ്ങൾ തുടർച്ചയായി തകരാറിലാകുന്നത് കണ്ട് പകച്ചുപോയി. തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സാങ്കേതികമായ പിഴവുകളോ അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ച യന്ത്രഭാഗങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയോ ആണ് ഇതിന് കാരണമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഇത് ഇറാനിയൻ ശാസ്ത്രജ്ഞർക്കിടയിൽ വലിയ തോതിലുള്ള മാനസിക സംഘർഷങ്ങൾക്കും പരസ്പര അവിശ്വാസങ്ങൾക്കും കാരണമായി. ഈ അജ്ഞാത തകരാറുകളുടെ പേരിൽ നിരവധി ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. 1000-ലധികം വിലപിടിപ്പുള്ള സെൻട്രിഫ്യൂജുകളാണ് സ്റ്റക്സ്നെറ്റിന്റെ പ്രവർത്തന ഫലമായി നതാൻസിൽ പൂർണ്ണമായും ഉപയോഗശൂന്യമായത്. ഇറാന്റെ ആണവ മോഹങ്ങളെ വർഷങ്ങളോളം പിന്നോട്ടടിക്കാൻ ഈ അദൃശ്യ ഉപകരണത്തിന് നിഷ്പ്രയാസം കഴിഞ്ഞു. എക്കാലവും ഈ രഹസ്യം മറച്ചുവെക്കാൻ ആക്രമണകാരികൾക്ക് കഴിഞ്ഞില്ല. നതാൻസ് കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തന്റെ ലാപ്ടോപ്പ് പുറത്തു കൊണ്ടുപോയി ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചതോടെയാണ് സ്റ്റക്സ്നെറ്റ് ആ രഹസ്യ ശൃംഖല ഭേദിച്ച് പുറം ലോകത്തെത്തിയത്. 2010-ൽ ബെലാറസിലെ ഒരു സൈബർ സുരക്ഷാ കമ്പനിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കമ്പ്യൂട്ടറുകളിൽ അസാധാരണമായി പടരുന്ന ഈ വൈറസിനെ ആദ്യമായി തിരിച്ചറിയുന്നത്. ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഗവേഷകരും ഹാക്കർമാരും ഈ അജ്ഞാത കോഡിനെ കീറിമുറിക്കാൻ തുടങ്ങി. അതിൻ്റെ അതിസങ്കീർണത കണ്ട് അവർ ശരിക്കും അമ്പരന്നുപോയി. അതൊരു സാധാരണ ഹാക്കറുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ക്രിമിനലുകളുടെയോ സൃഷ്ടിയല്ലെന്നും കോടിക്കണക്കിന് പണം മുടക്കി ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ നിർമ്മിച്ചതാണെന്നും അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. മാസങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ സ്റ്റക്സ്നെറ്റിന്റെ കോഡുകളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന സൂചനകളിൽ നിന്നും അത് ഇറാനിലെ ആണവ കേന്ദ്രത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമായി. ഈ കണ്ടെത്തൽ ലോകമെമ്പാടുമുള്ള വാർത്താ മാധ്യമങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ഔദ്യോഗികമായി അമേരിക്കയോ ഇസ്രയേലോ ഇന്ന് വരെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇത് അവരുടെ സംയുക്ത സൈബർ സൈനിക ഓപ്പറേഷൻ ആയിരുന്നുവെന്ന് സൈബർ സുരക്ഷാ രംഗത്തെയും രഹസ്യാന്വേഷണ രംഗത്തെയും വിദഗ്ധർ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഈ ഡിജിറ്റൽ ആയുധത്തിന്റെ കണ്ടുപിടുത്തം ലോക സൈബർ ചരിത്രത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അതുവരെ വെർച്വൽ ലോകത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന സൈബർ ഭീഷണികൾക്ക് യഥാർത്ഥ ലോകത്തിലെ വലിയ ഫാക്ടറികളെയും ഉപകരണങ്ങളെയും എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയുമെന്ന് സ്റ്റക്സ്നെറ്റ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. സ്റ്റക്സ്നെറ്റിന്റെ അത്യുജ്വലമായ വിജയം ലോകരാജ്യങ്ങൾക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പും അതോടെ പുതിയ ഡിജിറ്റൽ ആയുധങ്ങളിലേക്കുള്ള വഴികാട്ടിയുമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഡിജിറ്റൽ ചാരവൃത്തിക്കും തകർച്ചകൾക്കുമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഡ്യൂക്യൂ, ഫെയിം തുടങ്ങിയ സമാനമായ ഒട്ടേറെ സങ്കീർണ മാൽവെയറുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തുകയുണ്ടായി. ഇവയെല്ലാം തന്നെ സാങ്കേതികമായി സ്റ്റക്സ്നെറ്റിന്റെ സന്തതികൾ എന്നാണ് അറിയപ്പെട്ടത്. ഇന്ന് ഒരു രാജ്യത്തെ പൂർണ്ണമായും തകർക്കാൻ അവരുടെ അതിർത്തികളിലൂടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി പട്ടാളക്കാരെ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന ഭയാനകമായ യാഥാർത്ഥ്യമാണ് നാം അഭിമുഖീകരിക്കുന്നത്.
ശത്രുരാജ്യത്തിന്റെ വൈദ്യുതി വിതരണ ഡ്രിപ്പുകൾ, നഗരങ്ങളിലെ ജലവിതരണ സംവിധാനങ്ങൾ, സാമ്പത്തിക അടിത്തറയായ ബാങ്കിംഗ് ശൃംഖലകൾ, ആശുപത്രികളിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, റെയിൽവേ ഗതാഗത സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഒരു ചെറിയ സൈബർ ആക്രമണത്തിലൂടെ പൂർണ്ണമായും സ്തംഭിപ്പിക്കാൻ കഴിയും. ആയിരക്കണക്കിന് ആളുകളെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഉക്രൈനിലെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് നേരെ പിന്നീട് നടന്ന വലിയ സൈബർ ആക്രമണം അതിലൊരു മികച്ച ഉദാഹരണമാണ്. വ്യവസായശാലകളിലെ കൺട്രോൾ സിസ്റ്റങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ആക്രമണങ്ങൾ ഭാവിയിൽ കൂടുതൽ സർവനാശത്തിലേക്ക് വഴിവെച്ചേക്കാം. അത്യാധുനിക സാങ്കേതിക വിദ്യ വികസിക്കുന്നതിനനുസരിച്ച് നമ്മളെല്ലാവരും ഇന്റർനെറ്റുമായി കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കൈകളിലെ സ്മാർട്ട് ഫോണുകൾ മുതൽ വൻകിട ഫാക്ടറികൾ വരെ ഈ കൂറ്റൻ ഡിജിറ്റൽ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇത് മാനവരാശിയെ കൂടുതൽ അപകട സാധ്യതയുള്ളവരാക്കുന്നു എന്ന സത്യം നാം മറക്കരുത്. സൈബർ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്റ്റക്സ്നെറ്റ് എന്നത് കേവലം കഴിഞ്ഞുപോയ ഒരു സാങ്കേതിക ചരിത്ര സംഭവം മാത്രമല്ല, അത് നമ്മെ കാത്തിരിക്കുന്ന വളരെ ഭയാനകമായ ഒരു ഭാവിയുടെ മുഖവുര കൂടിയാണ്. പരമ്പരാഗത ആയുധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സൈബർ ആക്രമണങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ യഥാർത്ഥ ഉറവിടം 100% കൃത്യതയോടെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ്. ആരാണ് തങ്ങളെ ആക്രമിച്ചതെന്നോ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണ് ഈ ആക്രമണം ഉണ്ടായതെന്നോ ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ശത്രുവിന് നേരെ തിരികെ ആക്രമണം നടത്തുക എന്നത് അസാധ്യമായ കാര്യമായി മാറുന്നു. ഇന്ന് സൈബർ ലോകം പൂർണ്ണമായും അദൃശ്യമായ ഒരു പുതിയ യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ലോകത്തിലെ വൻകിട രാജ്യങ്ങളെല്ലാം തന്നെ തങ്ങളുടെ പ്രതിരോധ ബജറ്റിലെ വലിയൊരു ഭാഗം ഇത്തരം ഡിജിറ്റൽ ആയുധപ്പുരകൾ വികസിപ്പിക്കുന്നതിനായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആണവായുധങ്ങൾ ലോകത്ത് സൃഷ്ടിച്ച അതേ ഭീതിയാണ് ഇന്ന് സൈബർ ആയുധങ്ങൾ വിവിധ ലോകരാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതം മുതൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും വരെ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ സൈബർ സുരക്ഷ എന്നത് വെറുമൊരു ആഡംബരമല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും വലിയ ആവശ്യകതയാണ്. ഭരണകൂടങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആളുകളും ഒരുപോലെ സൈബർ സുരക്ഷയെക്കുറിച്ച് ആഴത്തിൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. സ്വന്തം ഡിജിറ്റൽ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും നാം സ്വീകരിക്കണം. ഇന്റർനെറ്റിന്റെ അദൃശ്യ ലോകത്ത് നടക്കുന്ന ഈ നിശബ്ദ യുദ്ധങ്ങളിൽ നിന്ന് ആർക്കും എളുപ്പത്തിൽ ഒളിച്ചോടാൻ കഴിയില്ല എന്ന നഗ്നമായ യാഥാർത്ഥ്യം നാം ഓരോരുത്തരും എത്രയും വേഗം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.